ബഹുമാന്യനായ അധ്യക്ഷൻ, ലോകപ്രശസ്ത പണ്ഡിത ശ്രേഷ്ഠൻ ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും നിയമസഭയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളിലൊരാളുമായ ശ്രീ പി ടി എ റഹീം, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ എടക്കുനി, ശ്രീ മുഹമ്മദ് ഫൈസി, പ്രിയമുള്ള സയ്യിദ് സൈനുൽ ആബദീൻ ജീലാനി, ശ്രീ ജലീൽ കണ്ണമംഗലം, നിയാസ് ചോല, ശ്രീ മൂസ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മർക്കസ് ഇന്ന് യഥാർത്ഥത്തിൽ ഒരു നാമം മാത്രമല്ല, ഒരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന സമർപ്പിക്കുന്ന ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മർക്കസ് മാറിയിരിക്കുന്നു. അതേസമയം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സമൂഹത്തിന്റെ എല്ലാ വളർച്ചകളോടും സംവേദിക്കാൻ തങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജമാക്കാനും മർക്കസിന് കഴിഞ്ഞിരിക്കുന്നു. മർക്കസ് അതിൽ വിജയിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു സമഗ്രതയിലൂന്നുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മർക്കസ് സന്ദർശിക്കാൻ കിട്ടിയ ഈ അവസരവും ഉന്നത വിജയം നേടിയ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കുള്ള അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ച ഈ അവസരത്തിന് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 14 യുവജന പ്രതിനിധികൾ, യുവജന നേതാക്കൾ എന്ന് തന്നെ പറയാം, ഞങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ ഒരു ലോക യുവജന ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയി. ഞങ്ങൾ ഈ 14 പേർക്കിടയിൽ ആരാണ് മുസ്ലിം, ആരാണ് ദളിതൻ എന്ന കണക്കുകളൊന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. അവരിൽ പലരും പല രാഷ്ട്രീയക്കാരുമായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ ക്യാമ്പിന്റെ 2ാമത്തെ ദിവസമായപ്പോഴേക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരേ ഭാഷയിലല്ല, മുറി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നല്ല ഇംഗ്ലീഷിലോ ആണ്. ഇപ്പോൾ 3ാമത്തെ ദിവസത്തെ രാത്രിയിലെ ക്യാമ്പ് ഫയറിൽ അവർ ചോദിച്ചു, ഞാനായിരുന്നു ആ ടീമിന്റെ ലീഡർ, വാട്ട് ഈസ് യുവർ മദർ ടങ്? ഞാൻ പറഞ്ഞു മലയാളം. അടുത്ത ആളോട് ചോദിച്ചു, അവൻ പറഞ്ഞു തമിഴ്. പിന്നെ ഒരാൾ കന്നഡ, ആസാമി, ഗുജറാത്തി, മറാഠി. 14 ആൾക്കും 14 ഭാഷയാണ്. Then let us know regarding your religion, because ഇന്ത്യ ഒരു വൈജാത്യങ്ങളുടെ വിഭവ സമ്പന്നയാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ റിലീജിയൻ എന്താണ്? അപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ്, ഏതൊക്കെ മതം, ഓരോരുത്തരും ഓരോ മതത്തിന്റെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ ഈ സൗത്ത് അമേരിക്കയിലെ 9 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്ന ഒരേ ഭാഷയിലാണ്, അത് സ്പാനിഷാണ്. ഈ 9 രാജ്യങ്ങളിലെ സൈമൺ ബൊളീവറുടെ കാലഘട്ടത്തിൽ ഉള്ള ബൊളീവിയൻ വംശജരായ ഞങ്ങൾ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ഈവൻ എ ലാംഗ്വേജ്, ഒരു ഭാഷ പോലും ഇല്ലാതെ നിങ്ങളെങ്ങനെ ഒരു രാജ്യമായി നിൽക്കുന്നു? അപ്പൊ ഞങ്ങൾ 14 പേരും എഴുന്നേറ്റ് നിന്നിട്ട് മുൻധാരണകളൊന്നുമില്ലാതെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, അതിന്റെ പേരാണ് ഇന്ത്യ എന്ന്. ഈ ബോധ്യമില്ലാത്ത ഒരാൾക്ക് ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരനാവാനുള്ള പ്രാഥമികമായ ബോധം വൈജാത്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും
സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന ബിരുദമുണ്ടായിട്ട് കാര്യമില്ല. ഇന്ത്യ എന്താണെന്ന് അറിയാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. IPSന്റെ ചക്രങ്ങൾ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മനസ്സിനകത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാതെ പോയതിന്റെ പ്രതികരണമാണ് ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അസംബന്ധം ആര് പറഞ്ഞാലും അതിനർഹിക്കുന്ന അവഗണനയോടെ അറബിക്കടലിൽ തള്ളുക എന്നതാണ് മലയാളി സമൂഹം ഇന്നേ വരെ സ്വീകരിച്ചിട്ടുള്ള രീതി. അതുകൊണ്ട് അർഹിക്കുന്ന അവഗണനയോടെ അതിനെ തള്ളിക്കളയുക. പ്രചാരണങ്ങളുടെയും പ്രചരണ തന്ത്രങ്ങളുടെയും ഭാഗമായി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ചരിത്രത്തിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നത് യുക്തിസഹമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു ലോജിക്കില്ല, അതിനൊരു തെളിവുമില്ല. ഇന്ത്യയുടെ വിഭജനത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധയിൽ വരാതെ പോയ ചില കാര്യങ്ങളുണ്ട്. നാം അഥവാ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു. അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് 40കളിൽ ചർച്ച ആരംഭിക്കുമ്പോൾ ഒരു ശരാശരി രാജ്യസ്നേഹിയുള്ള ഇന്ത്യക്കാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലമായിരുന്നു. ആ വെമ്പലിൽ രാജ്യസ്നേഹിയായ ഇന്ത്യക്കാരെല്ലാം തീവ്രതയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേരുമ്പോൾ നാം അഥവാ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കളെ കണ്ടെത്തി കുറ്റാരോപണം നടത്താൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം വിഭജിക്കണമെന്നുള്ള ആവശ്യം രൂപപ്പെടുന്നത്. മതാടിസ്ഥാനത്തിൽ രാഷ്ട്രം രൂപീകരിക്കണമെന്ന അധികാര ദാഹമുള്ള ഒരു വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ വാനോളം ഉയർത്തുന്ന നിലയിൽ നിലപാട് സ്വീകരിച്ച പണ്ഡിത സദസ്സുകൾ അന്ന് ഇന്ത്യയെ നയിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ജംഇയ്യത്തുൽ ഉലമയുടെ ഉലാമാക്കളുടെ സഭ, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി, മൗലാന ഹുസൈൻ അഹമ്മദ് മഅദനി പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചു. ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബി അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവയ്ക്കുന്നതിൽ അല്പം പോലും ഖേദിച്ചിട്ടില്ല. ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബിക്കില്ലാത്ത ഒരാവശ്യവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചവരാണ്, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. വിഭജനത്തിന്റെ ആവശ്യം ഞങ്ങളുടെ ആവശ്യമല്ല, ഇസ്ലാമിന്റെ ആവശ്യമല്ല എന്ന നിലപാട് സ്വീകരിച്ച ഉലാമാക്കളുടെ സഭ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ അത് വിസ്മരിക്കപ്പെട്ടു, അത് തമസ്കരിക്കപ്പെട്ടു. അപ്പൊ മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്നെപ്പോഴും നിലപാട് സ്വീകരിക്കുകയും ഹൈന്ദവ ദർശനങ്ങളെയും ഇതിഹാസങ്ങളെയും ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിക്കുകയും ചെയ്ത നമ്മുടെ ഗാന്ധി മീരാഭജനോടുകൂടിയും ഹരേ റാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു രമ്യതയിലാണെന്നാണ്. രാമൻ എന്ന വാക്ക് വരുന്നത് രമ്യത എന്ന വാക്കിൽ നിന്നാണ്. പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിന്നോട് യോജിപ്പിലാണ് എന്നാണ് ഹരേ റാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ച ഗാന്ധിജിയും ഹിന്ദുവായിരുന്നെങ്കിലും രാഷ്ട്ര വിഭജനം മതാടിസ്ഥാനത്തിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം ചരിത്ര വസ്തുതകളെയെല്ലാം തമസ്കരിച്ച് സ്വന്തം താല്പര്യങ്ങളുടെ പേരിലുള്ള പ്രചരണ തന്ത്രങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് മതം എന്ന് പറയുന്നത്? മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. ഞാൻ ആരാണ് എന്നത്, എന്റെ മതം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാനാണ് എന്റെ മതത്തിന്റെ പ്രദർശന വസ്തു. ഒരു ഇസ്ലാമിനെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു മനുഷ്യസ്നേഹിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നതുകൂടി ഓർത്തു നോക്കിയിട്ടാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ മലയാള ജീവിതവുമായിട്ടും കേരളീയ ജീവിതവുമായിട്ടും ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഇസ്ലാം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് സുന്നി പ്രസ്ഥാനം എന്നത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതിന് ചരിത്രത്തിൽ വസ്തുതകളുണ്ട്. എൻ്റെ നാട്ടിലായിരുന്നു, വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ
വള്ളുവ കോനാതിരിയുടെ രാജവംശം. ആ രാജവംശത്തെ കീഴ്പ്പെടുത്തിയിട്ടാണ് സാമൂതിരി അധികാരം സ്ഥാപിച്ചത്. ആ രാജവംശത്തിന്റെ ആസ്ഥാന ക്ഷേത്രത്തിന്റെ പേരാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു വലിയ വിഭാഗം സമൂഹം ഈ നാട്ടിലുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഒന്ന് കയറണമെന്നും അവിടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹിച്ച ഒരു ദളിത സ്ത്രീ പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്ത് പോയി പരാതി പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം അവരോട് പറഞ്ഞത്, നീ പോയി മതം മാറി വാ, ഇസ്ലാമായി വാ എന്നായിരുന്നില്ല. നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്കും നിങ്ങളെപ്പോലെയുള്ളവർക്കും പ്രാർത്ഥിക്കാനൊരു ക്ഷേത്രം ഞങ്ങൾ ഈ തിരുരങ്ങാടിയിലെ മൂന്നിയൂരിൽ ഉണ്ടാക്കി തരുമെന്ന് പറയുകയും അത് ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്തത്. ഈ ഓർമ്മയുടെ കരുത്തിലാണ് ഇന്നും മൂന്നിയൂരിലെ പൊയ്ക്കളിയാട്ടം ആരംഭിക്കുമ്പോൾ മമ്പുറം തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നിന്ന് തുടക്കം കൊള്ളുന്നത് എന്നത് മലയാളികളായ മനുഷ്യരുടെ മുഴുവൻ അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. ഈ മിശ്ര സംസ്കാരമാണ് ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്, ഇന്ത്യയെ നിലനിർത്തുന്നത്. അതുകൊണ്ട് മിശ്ര സംസ്കാരത്തെ ബോധ്യപ്പെടാതിരിക്കുകയും സാമുദായികമായ സ്പർദ്ധ സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവർ ആരായാലും അവര് നമുക്കിടയിലുള്ള ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾക്ക് സമാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടാകണം. അത് വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അത് ഈ സമൂഹം അംഗീകരിക്കില്ല എന്നതുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. കേരള നിയമസഭ മുൻപേ പറക്കുന്ന ഒരു പക്ഷിയാണ് എന്ന് ഈ രാജ്യത്തെ ആദ്യത്തെ സഭയിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ പറയുകയുണ്ടായി. ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളോടും സൂക്ഷ്മതയോടെ അഭിസംബോധന ചെയ്യാനുള്ള ധാർമ്മിക ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു സഭയായതുകൊണ്ടാണ് കേരള നിയമസഭ സ്ലോട്ടറിംഗുമായി ബന്ധപ്പെട്ട്, ഭക്ഷ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ചർച്ചയ്ക്ക് തയ്യാറെടുത്തത് എന്ന് അഭിമാനത്തോടുകൂടി അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുപോലെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിലാണ് ഇതുണ്ടായത്. അങ്ങനെ കേരളം മുൻപേ പറക്കുന്ന പക്ഷിയായത് അത് മനുഷ്യസ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ നല്ല ഊർജ്ജപ്രവാഹമുള്ള ഒരു നാടായതുകൊണ്ടാണ്. ആ ഊർജ്ജപ്രവാഹത്തെ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കാനുള്ള വിദ്യാഭ്യാസവും അതുവഴി ലഭിക്കുന്ന സംസ്കാരവും നമ്മുടെ ശക്തിയാണ്. ആ വിദ്യാഭ്യാസവും സംസ്കാരവും സമാഹരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇനിയും മർക്കസ് വളർന്നു വരട്ടെ. ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അഭയകേന്ദ്രമാകുന്ന മർക്കസിന്റെ സ്ഥാപനങ്ങളുടെ തണലിൽ എത്രയോ പഠനം നിഷേധിക്കപ്പെട്ട കുട്ടികളുടെ പഠന സൗകര്യം വികസിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഉന്നതമായ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ സഹോദരി സഹോദരന്മാരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ മെറിറ്റ് ഇവന്റ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു.